ക്വിക്ക് റിവിഷൻ സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയ ചാപ്റ്ററാണ്. നമുക്ക് വേഗത്തിൽ കിടക്കാം, വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാം. ആദ്യം ഇത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു സയൻറ്റിസ്റ്റ്, അഥവാ നമ്മുടെ എലമെൻസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി വന്ന സയൻറ്റിസ്റ്റ് ഡോബറൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ട്രയാഡ്സ് എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഇത് എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. അതിൽ അദ്ദേഹം മൂന്ന് എലമെൻസിനെയാണ് ടീമാക്കിയത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യത്തെ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസും അവസാനത്തെ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസും തമ്മിൽ ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുത്താൽ സെൻറ്റർ താളുടെ അറ്റോമിക് മാസ് കിട്ടും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്നുള്ളതായിരുന്നു. ദെൻ അദ്ദേഹത്തിന് ശേഷം വന്ന സയൻറ്റിസ്റ്റാണ് ന്യൂലാൻഡ്. അദ്ദേഹം അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ഇങ്ങനെ വെച്ചപ്പം അദ്ദേഹം കണ്ടത് എട്ടാമത് വരുന്ന ഓരോ എലമെൻറ്റിനും ആദ്യത്തെ ആളുടെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതായിരുന്നു ന്യൂലാൻഡിൻ്റെ ഒക്ടേവ്സ് സാരീഗമ പദനി സാരീഗമ, ഇങ്ങനെ എട്ടാമത് വരുന്നത് ഒന്നാമത്തെ ആളുടെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഇതിനൊക്കെ ശേഷവും ഇവരൊക്കെ പറഞ്ഞതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് വരുന്ന സയൻറ്റിസ്റ്റാണ് മെൻഡലീവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചേക്കണം. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ലോ. ദെൻ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, തെറ്റായി കിടന്നിരുന്ന അറ്റോമിക് വേസിനെ അദ്ദേഹം ശരിയാക്കി. റോങ് ആയിട്ടുള്ള അറ്റോമിക് വേസ് അദ്ദേഹം കറക്റ്റ് ചെയ്തു. രണ്ട്, കണ്ടുപിടിക്കാത്ത എലമെൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥലം ഒഴിച്ചു വിട്ട് എന്നിട്ട് അവരുടെ പ്രോപ്പർട്ടിയും പറഞ്ഞു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ താഴെയുള്ള എലമെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം ഏകാ അലൂമിനിയം എന്ന് അദ്ദേഹത്തിന് പേര് കൊടുത്തിട്ട് അതിന് സ്ഥലം ഒഴിച്ചിട്ടു. സിലിക്കൻ്റെ താഴെ എലമെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം അതിന് ഏകാ സിലിക്കൺ എന്ന പേര് കൊടുത്ത് താഴെ സ്ഥലം ഒഴിച്ചു വിട്ടു. പിന്നീട് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണെന്നും മനസ്സിലായി. ദെൻ മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി, ഒരേ പ്രോപ്പർട്ടി ഉള്ളതൊക്കെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ വെച്ചു. ഇതൊക്കെ പറയുമ്പോഴും എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് എന്ന് ചോദിച്ചാൽ, എന്താണോ മെറിറ്റ് പറഞ്ഞാൽ തന്നെ ഡീമെറിറ്റ്സ്. ഒരേ പ്രോപ്പർട്ടി ഉള്ളവരെ ഒരേ ഗ്രൂപ്പിൽ വെച്ചപ്പം ചില കേസിൽ അദ്ദേഹം ഒരേ പ്രോപ്പർട്ടി ഉള്ളവരെ ഡിഫറൻറ്റ് ഗ്രൂപ്പിലും വെച്ചു, അല്ലെങ്കിൽ ഡിസിമിലർ പ്രോപ്പർട്ടി ഉള്ളവരെ ഒരേ ഗ്രൂപ്പിലും വെച്ചു. രണ്ടാമത്തെ പോയിന്റ്, ഹൈഡ്രജന് കറക്റ്റ് പൊസിഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ഐസോട്ടോപ്പിന് കറക്റ്റ് പൊസിഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അറ്റോമിക് വെയിറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ വെക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അത് കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്തില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഡീമെറിറ്റ്സുകൾ. ദെൻ അതിനുശേഷം വരുന്നതാണ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്ന സയൻറ്റിസ്റ്റ് ആരാണടാ? ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോയും മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോയും തമ്മിൽ ആ സെൻറ്റൻസിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. സെൻറ്റൻസിൻ്റെ അവസാനം അറ്റോമിക് മാസ് എന്നുള്ളിടത്ത് അറ്റോമിക് നമ്പർ എന്നാകും. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. മറ്റടുത്ത അറ്റോമിക് മാസ്, ഇത് അറ്റോമിക് നമ്പർ. അതിനെയാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് വിളിക്കുക. അങ്ങനെ പീരിയോഡിക് ടേബിളൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് ബ്ലോക്കുകളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ ഒന്നാമത്തെ ബ്ലോക്കായിരുന്നു എസ് ബ്ലോക്ക്. ആ എസ് ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പഠിച്ചെടുത്തേക്കണേ. ഒന്നാമത്തെ എസ് ബ്ലോക്കിൻ്റെ പ്രത്യേകതയിൽ പറയുന്നത് ആദ്യത്തെ രണ്ട് ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക്, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 to 2 ആണ്. എന്താ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഹൈ റിയാക്റ്റീവ് ആണ്, സോഫ്റ്റ് മെറ്റൽസ് ആണ്, മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്, അതുപോലെ തന്നെ അയണിക് കോമ്പൗണ്ടുകളാണ് ഇവർ ഫോം ചെയ്യുക. എസ് ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ. ദെൻ പി ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ. ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഇവരാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. പി ബ്ലോക്കിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ NS2NP1 to 6. പി ബ്ലോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മെറ്റലും നോൺ മെറ്റലും മെറ്റലോയിഡ്സും ഉണ്ട്. അതുപോലെ തന്നെ റിയാക്ടിവിറ്റിയും വളരെ അധികമാണ്. പല റിയാക്ടിവിറ്റി ഉള്ളവരുണ്ട്. ഹാലോജൻസിന് ഹൈ റിയാക്റ്റീവാണ്, നോബിൾ ഗ്യാസ് തീരെ റിയാക്റ്റീവ് ചെയ്യാത്തവരാണ്. ഇവർ കോവലൻ്റ് ബോണ്ടുകളും അയോണിക് കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നവരാണ്. ദെൻ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 3 മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ളവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അതിൻ്റെ കോൺഫിഗറേഷൻ N-1D 1 to 10, NS0 to 2 അല്ലെങ്കിൽ NS1 to 2. ദെൻ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവരൊക്കെ മെറ്റൽസ് ആയതുകൊണ്ട് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ഹാർഡുമാണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്. ഡിഫറൻറ്റ് കളർ കാണിക്കുന്നവരാണ്. ഇവർക്ക് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ ഡി ബ്ലോക്കിൻ്റെയും വലിയ പ്രത്യേകതകളുണ്ട്. ദെൻ എഫ് ബ്ലോക്കിൽ പെട്ടവരാണ്. എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എഫ് ബ്ലോക്ക്. ഇതാരാണ്? ഡി ബ്ലോക്ക്. എഫ് ബ്ലോക്കിൽപ്പെട്ടവർ രണ്ട് ടൈപ്പാണ്, ലാന്തനോയിഡ്സും ഉണ്ട്, ആക്റ്റിനോയിഡ്സും ഉണ്ട്. ലാന്തനോയിഡ്സിൻ്റെയും ആക്റ്റിനോയിഡ്സിൻ്റെയും ജനറൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് N-2 F1 to 14, N-1 D0 to 1, NS2 എന്ന് പറയും. ഇവർ അധികവും റേഡിയോ ആക്റ്റീവായുള്ള എലമെൻറ്റുകളാണ്. അതുപോലെ തന്നെ ഹൈ റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റുകളും ഉണ്ട്. ദെൻ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +3 ആണ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദെൻ 100-ന് ശേഷമുള്ളവരുടെ പേരെങ്ങനെ എഴുതും? നിങ്ങൾക്കറിയാം. 0ക്ക് എന്താ പേര്? 0 നില്ല്, 1-ന് 1, 1-ന് അണ്ണ്, 2-ന് ബൈ, 3-ന് ട്രൈ, 4-ന് കോഡ്, അങ്ങനെ പോകും. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ IUM എന്നും കൂടിയും ചേർക്കണം. അപ്പോൾ 104ൻ്റെ പേരെങ്ങനെ എഴുതും? 1-ന് അണ്ണ്,
സീറോക്ക് നില്ല്, ഫോറിന് ക്വാഡ്, പിന്നെ IUM അൺനിൽ ക്വാഡിയം UNQ എന്നും നമ്മൾ എഴുതും. ദെൻ ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും വലിയ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത പ്രോപ്പർട്ടീസ് പഠിക്കണം എന്നുള്ളതാണ്. എടാ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് സൈസ് എങ്ങനെയാണ് മാറുന്നത്? വെരി സിമ്പിൾ. അറ്റോമിക് സൈസ് അക്രോസ് പീരീഡ് പോകുമ്പം കുറഞ്ഞു വരും. അതിൻ്റെ കാരണം ഇലക്ട്രോൺ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു എന്നുള്ളതാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സൈസ് കുറയുന്നു. രണ്ടാമത്തെ ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് സംഭവിക്കുന്നു? ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടുന്നു. സൈസ് കൂടാനുള്ള കാരണം ഷെൽ നമ്പർ കൂടുന്നു. ഷെൽ നമ്പർ കൂടുമ്പോൾ സൈസ് കൂടുകയും ചെയ്യുന്നു. എങ്ങനെ? അറ്റോമിക് റേഡിയസിൻ്റെ കാര്യത്തിൽ. ദെൻ ഈ അറ്റോമിക് റേഡിയസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും മെയിനായിട്ട് പറയേണ്ടുന്ന 2-3 പോയിന്റുകൾ, അതിലൊന്ന് പറയാനുള്ളത് നമ്മുടെ സോഡിയത്തിനാണോ സോഡിയം പ്ലസിനാണോ സൈസ് കൂടുതൽ? സോഡിയത്തിനാണ്. അപ്പോൾ കാറ്റയോണിനേക്കാൾ സൈസ് കൂടുതൽ സോഡിയത്തിനാണ്, പാരൻ്റ് ആറ്റത്തിനാണ്. CLനാണോ CL മൈനസിനാണോ സൈസ് കൂടുതൽ? CL മൈനസിനാണ്. അപ്പോൾ ആനയോണിനേക്കാൾ സൈസ് കുറവാണ് പാരൻ്റ്. അപ്പോൾ ആനയോണിനാണ് സൈസ് കൂടുതൽ, കാറ്റയോണിന് സൈസ് കുറവാണ്. ദെൻ അപ്പോൾ നമ്മളോട് ചോദിക്കും F മൈനസിനാണോ നിയോണിനാണോ Mg2+നാണോ Al3+നാണോ O2 മൈനസിനാണോ സൈസിൻ്റെ ഓർഡർ എങ്ങനെ എഴുതുക എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇതിൽ ഏറ്റവും സൈസ് കുറവ് Al3+നാണ്. കാരണം പ്ലസ് ചാർജ് കൂടുമ്പോൾ സൈസ് കുറയും. അത് കഴിഞ്ഞാൽ ഏറ്റവും സൈസ് കുറവ് Mg2+നാണ്. അത് കഴിഞ്ഞാൽ സൈസ് നിയോണിനാണ്. നിയോണിന് മൈനസ് ഇല്ല കേട്ടോ. നിയോണിന് മൈനസ് ഇല്ല മക്കളെ. അത് കഴിഞ്ഞാൽ നിയോണിനാണ്. അത് കഴിഞ്ഞാൽ F മൈനസിനാണ്. അത് കഴിഞ്ഞാൽ O2 മൈനസിനാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഞാൻ എഴുതിയ സീരീസിൽ എല്ലാവർക്കും 10 ഇലക്ട്രോണാണ്. ഒരേ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളവരെ നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് വിളിക്കുക. ഒരേ ഇലക്ട്രോണുകളുടെ എണ്ണമുള്ളവരെ നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് വിളിക്കുക. അതും നോട്ട് ദ പോയിന്റ്. ദെൻ അയോണൈസേഷൻ എൻതാൽപ്പി. ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്താക്കാൻ നമ്മൾ കൊടുക്കേണ്ടുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അത് പീരീഡിൽ പോകുന്തോറും സൈസ് കുറയുന്നു. സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടുന്നു. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. അയോണൈസേഷൻ എൻതാൽപ്പി. ദെൻ മക്കളെ അയോണൈസേഷൻ എൻതാൽപ്പി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അയോണൈസേഷൻ എൻതാൽപ്പി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് സൈസാണ്, ഒന്ന് ന്യൂക്ലിയർ ചാർജാണ്, ഒന്ന് ഷീൽഡിംഗ് എഫക്റ്റ് ആണ്, ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി കൂടും. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സും പഠിച്ചു വെക്കുക. ദെൻ എന്താണ് ഈ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വാലൻഷ്യൽ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുക. എന്ത് കാരണം? അതിൻ്റെ ഉള്ളിൽ അവർക്കിടയിൽ ന്യൂക്ലിയസും വാലൻഷ്യലത്തെ ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. കാരണം ഉള്ളിൽ ഇലക്ട്രോൺസ് വരുമ്പം ഈ ഉള്ളിലത്തെ ഇലക്ട്രോൺസ് ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവുന്നു. റിപ്പൾഷൻ ഉണ്ടാവുമ്പം ഈ ന്യൂക്ലിയസിന് ഇവരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയാണ്ട് വരുന്നു. അതാണ് ഷീൽഡിംഗ് എഫക്റ്റ് അഥവാ സ്ക്രീനിങ് എഫക്റ്റ്. ദെൻ അയോണൈസേഷൻ എൻതാൽപ്പി ബോറോണിനാണോ ബെർലിയത്തിനാണോ കൂടുതൽ? ബോറോണിന് കുറവും ബെർലിയത്തിന് കൂടാനും കാരണം, ഓക്സിജന് കുറവും നൈട്രജന് കൂടാനും കാരണം അവരുടെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അവരുടെ സ്റ്റേബിൾ ഇലക്ട്രോണിക്. അപ്പം അയോണൈസേഷൻ എൻതാൽപ്പി കൂടാൻ കാരണം സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് അടുത്തത് പറയുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പം ചേഞ്ച് ആവുന്ന റിലീസ് ആവുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മക്കളെ ചെറിയ എലമെൻറ്റുകൾക്ക് എപ്പോഴും ഇലക്ട്രോണിനെ വാങ്ങാനാണ് ഇഷ്ടം. അപ്പോൾ ചെറിയ എലമെൻറ്റുകൾക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജ് കിട്ടും, മോർ നെഗറ്റീവ് ആയിരിക്കും. അഥവാ മോർ നെഗറ്റീവ്. എന്നാൽ ഡൗൺ ദ ഗ്രൂപ്പ് അപ്പോൾ എലോങ് പീരീഡ് ചെറുതാവും, അപ്പം മോർ നെഗറ്റീവ്. ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ സൈസ് വലുതാവും. അവർക്ക് ഇലക്ട്രോണിനെ വാങ്ങാൻ ഇഷ്ടമല്ല, ഇലക്ട്രോണിനെ കൊടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ ലെസ് നെഗറ്റീവ് ആയിരിക്കും. ഡൗൺ ദ ഗ്രൂപ്പ് ലെസ് നെഗറ്റീവ് ആയിരിക്കും. മക്കളെ അടുത്ത പോയിന്റ്, ഫ്ലൂറിനും ക്ലോറിനും വെച്ച് നോക്കുമ്പോൾ ക്ലോറിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ. കാരണം ഫ്ലൂറിനേക്കാൾ കുറച്ച് വലുത് ക്ലോറിൻ. അപ്പോൾ ഫ്ലൂറിന് ഇലക്ട്രോൺ റിപ്പൾഷൻ വരും. അപ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അവിടെ റിപ്പൾഷൻ കൂടുന്നു. അപ്പോൾ ഒറ്റ ചെറുതാണ് ഫ്ലൂറിൻ്റെ സൈസ്. അപ്പോൾ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുന്നത് കൊണ്ട് ഇവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ക്ലോറിനാണ്. എന്താ കാരണം? ഇലക്ട്രോൺ റിപ്പൾഷൻ ഫ്ലൂറിനിൽ കൂടിയതുകൊണ്ട്. അതേ കാരണമാണ് ഓക്സിജനും സൾഫറിനും. ദെൻ മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി? 2 പേർക്കിടയിൽ ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ ഒരാൾ മാത്രം പിടിച്ചു വലിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോണിനോട് കൂടുതൽ ഇഷ്ടം ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കാനുള്ള കഴിവ്. അത് പീരീഡിൽ അങ്ങോട്ട് പോകുന്തോറും കൂടും.
ഡൗൺ ദ ഗ്രൂപ്പ് പറയുമ്പോൾ കുറയും. കാരണം പീരീഡിൽ ചെറുതാവും. ചെറിയ ആളുകൾക്കാണ് ഇലക്ട്രോണെ വാങ്ങാൻ ഇഷ്ടം, വലിയ ആളുകൾക്ക് ഇലക്ട്രോണെ കൊടുക്കാനാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇലക്ട്രോണെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. ദെൻ മക്കളെ അതിൻ്റെ ഒരു ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് അറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിൽ എങ്ങനെ പീരീഡിൽ എങ്ങനെ എന്നുള്ളതിൻ്റെ ടേബിളാണത്. ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് മക്കളെ ചില ഗ്രൂപ്പിൽ ഫസ്റ്റ് എലമെൻറ്റുകൾക്ക് മറ്റ് എലമെൻറ്റുകളേക്കാൾ വലിയ അനോമലസ് പ്രോപ്പർട്ടി ഉണ്ടാവും. ആ പ്രോപ്പർട്ടികളെ തന്നെ നമ്മൾ വിളിക്കുന്ന പേര് അനോമലസ് പ്രോപ്പർട്ടി എന്നാണ്. ഈ അനോമലസ് പ്രോപ്പർട്ടി ഉള്ള മെയിൻ ആളുകളാണ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിന് അവരുടേതായിട്ടുള്ള അനോമലസ് പ്രോപ്പർട്ടികളുണ്ട്. ആ അനോമലസ് പ്രോപ്പർട്ടി കാരണം അവരുടെ സ്മോളസ്റ്റ് സൈസാണ്, അവർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, ഹൈ ചാർജ് റേഡിയസ് റേഷ്യോ ആണ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഏതുപോലെ നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾക്കുള്ളതുപോലെ ചെറിയ മക്കൾക്ക് പ്രത്യേകം പരിഗണനയാണ്. എന്താ കാരണം? അവർ ചെറിയ മക്കളാണ്, അവരുടെ നെഗറ്റിവിറ്റി കൂടുതലാണ്, അവരുടെ ചാർജ് കൂടുതലാണ്, അവർ കരയാൻ തുടങ്ങിയ വാൻ അലമ്പാണ്, അവർക്ക് ബുദ്ധി ഇല്ലാത്തതാണ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഇത് കാരണം അവർക്ക് അനോമലസ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനോമലസ് പ്രോപ്പർട്ടി കാരണം തന്നെ വലിയൊരു പ്രത്യേകത, ഈ സെക്കൻഡ് പീരീഡിലുള്ള എലമെൻസിന് തൊട്ട് ഡയഗണലായിട്ടുള്ള എലമെൻറ്റിനോടാണ് ഇഷ്ടം കൂടുതൽ. അതിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഈ അനോമലസ് പ്രോപ്പർട്ടിയിലെ മെയിനായിട്ട് വരുന്ന മറ്റൊരു ടേമാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ആ ഡയഗണൽ റിലേഷൻഷിപ്പ് വരാൻ കാരണം ഡയഗണലിയുള്ള അവർക്ക് തമ്മിൽ സിമിലർ സൈസാണ്, സിമിലർ ചാർജ് റേഡിയസ് റേഷ്യോ, സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് ഏകദേശം. ഇതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് വരാനുള്ള കാരണം. ദെൻ മക്കളെ ഓക്സൈഡുകൾ, എലമെൻറ്റുകൾ വ്യത്യസ്ത ടൈപ്പ് ഓക്സൈഡ് ഉണ്ടാക്കും. ബേസിക് ഓക്സൈഡ്, അസിഡിക് ഓക്സൈഡ്, ആംഫോട്ടറിക് ഓക്സൈഡ്, ന്യൂട്രൽ ഓക്സൈഡ്. ബേസിക് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള അഥവാ എസ് ബ്ലോക്കിലുള്ള സോഡിയവും കാൽസ്യവും ഒക്കെ ചേർന്നുണ്ടാകുന്ന ഓക്സൈഡുകൾ. അസിഡിക് ഓക്സൈഡ് ആണ് ക്ലോറിൻ, കാർബൺ, സൾഫറൊക്കെ ചേർന്ന് Cl2O7, CO2, SO3 ചേർന്നുണ്ടാകുന്ന ഓക്സൈഡുകൾ. ആംഫോട്ടറിക് ഓക്സൈഡിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, Al2O3യും AS2O3യും. ആ ആംഫോട്ടറിക് എന്ന് പേര് വിളിക്കാൻ കാരണം ഇവർക്ക് ആസിഡിക് ആയിട്ടും വർക്ക് ചെയ്യാൻ കഴിയും, ബേസിക് ആയിട്ടും ആക്ട് ചെയ്യാൻ കഴിയും. അതാണ് ആംഫോട്ടറിക് ഓക്സൈഡ്. ന്യൂട്രൽ ഓക്സൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അസിഡിക് ആയിട്ടും ആക്ട് ചെയ്യില്ല, ബേസിക് ആയിട്ടും ആക്ട് ചെയ്യില്ല. അഥവാ CO, NO, N2O എന്നൊക്കെ പറയുന്ന ന്യൂട്രൽ ഓക്സൈഡുകളും ഉണ്ട്. മക്കളെ, ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിൽ ജനറലി മെയിൻ ആയിട്ട് പഠിച്ചെടുക്കാനുള്ള മെയിൻ ടോപ്പിക്കുകൾ. നന്നായിട്ട് അങ്ങ് പഠിച്ചോളുക. താങ്ക് യു.